RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലയുടെ ഭരണഘടനയുടെ വിരുദ്ധ പരാമർശത്തിനെതിരെ ഒരു കൂട്ടം ഹർജികൾ സുപ്രീം കോടതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിനു മുൻപും പല RSS നേതാക്കളും ഭരണഘടനാ വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയെങ്കിലും അതിനെതിരെ സുപ്രീം കോടതിയിൽ വരെ കേസ് നടക്കുന്നത് ഇതാദ്യമായിരിക്കും. BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളിലെ പല നേതാക്കന്മാരും ഭരണഘടനാ വിരുദ്ധ പരാമർശങ്ങളും രാഷ്ട്രപിതാവിനെ നിന്ദിച്ച് സംസാരിക്കുക പോലും ചെയ്ത സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അടക്കം നിരവധി കേസുകളും ഹർജികളും സുപ്രീം കോടതിയിൽ ഉണ്ട്. ഇതിന്റെ ചുവട് പിടിച്ചാണ് ദത്താത്രേയയുടെ പരാമർശവും കോടതി കയറുന്നത്. ആമുഖത്തിൽ നിന്ന് സോഷ്യലിസ്റ്റ്, മതേതരത്വം എന്നീ പദങ്ങൾ നീക്കം ചെയ്യണമെന്നാണ് RSS ജനറൽ സെക്രട്ടറി കഴിഞ്ഞ ദിവസം ആവശ്യമുന്നയിച്ചത്. ആമുഖത്തിലെ പദങ്ങളെല്ലാം ഭരണഘടനയുടെ കാതലായ മൂല്യങ്ങളെയാണ് അടയാളപ്പെടുത്തുന്നത് എന്ന ചിന്ത മാറ്റിവെച്ചാണ് ഈ പരാമർശം. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താതെ പാർലമെന്റിന് ആമുഖത്തിൽ ഭേദഗതി വരുത്താമെന്ന് സുപ്രീം കോടതി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആ സുപ്രീം കോടതി വിധിയെ വെല്ലുവിളിക്കുകയാണ് RSS ചെയ്യുന്നത്. ആമുഖത്തിൽ നിന്ന് മതേതരത്വം, സോഷ്യലിസ്റ്റ് എന്നീ വാക്കുകൾ നീക്കം ചെയ്യണമെന്ന ആവശ്യം ഭരണഘടന അട്ടിമറിച്ച് ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുക എന്ന RSSന്റെ ദീർഘകാല ലക്ഷ്യത്തെയാണ് തുറന്നുകാട്ടുന്നത്. ഇന്ത്യ ഭരിച്ച സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ ധീരമായി പോരാടിയ എണ്ണമറ്റ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗങ്ങളുടെയും സ്വപ്നങ്ങളുടെയും ആകെത്തുകയാണ് ഇന്ത്യൻ ഭരണഘടന. ആമുഖത്തിലെ സോഷ്യലിസ്റ്റ്, മതേതരത്വം എന്നീ പദങ്ങൾ ഏകപക്ഷീയമായ കൂട്ടിച്ചേരലുകൾക്ക് ആയിരുന്നില്ല. സ്വാതന്ത്ര്യ പോരാളികൾ എന്തിനായി നിലകൊണ്ടിരുന്നുവോ, ഏതാദർശത്തിനായി അവരുടെ ജീവൻ ബലി അർപ്പിച്ചു അറിയാത്ത വിഭാഗമാണ് RSS. ഭരണഘടനയുടെ എല്ലാ വ്യവസ്ഥകളിലും രാജ്യസ്നേഹികളുടെ വികാരങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. RSS എന്നും അത്തരം വികാരങ്ങൾക്കെതിരെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു സംഘടനയാണ്. അതുകൊണ്ട് അവർക്ക് മറ്റു ചിന്തകളൊന്നുമില്ലാതെ തന്നെ ഭരണഘടനയെ അവർ നിർബാധം എതിർത്തുകൊണ്ടേയിരിക്കുന്നു. 1976 ഇന്ദിരാഗാന്ധി സർക്കാർ ഈ പദങ്ങൾ ചേർക്കുമ്പോൾ മഹനീയമായ പൈതൃകത്തെ സ്ഥിരീകരിക്കുകയായിരുന്നു ചെയ്തത്. അംബേദ്കറുടെ ഭരണഘടനയിൽ മതേതരം എന്ന വാക്കില്ലായിരുന്നു എന്ന ഹൊസബലയുടെ വാദവും തെറ്റാണ്. മൗലികാവകാശങ്ങൾ വിവരിക്കുന്ന ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ ആ പദം നിലനിന്നിരുന്നു. മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള അനുച്ഛേദം 24 ക്ലോസ് 2A പരിധിയിലും മതേതരം എന്ന വാക്ക് പരാമർശിക്കുന്നു. ഏതെങ്കിലും ഒരു മതത്തിന്റെ അനുഷ്ഠാനങ്ങളും അതുപോലെ പ്രചരണവും നടത്താനുള്ള അവകാശവും ഇതിൽ ഉൾപ്പെടുന്നു. ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിന് അവരുടെ മതാചാരങ്ങൾ പിന്തുടരാനും ആരാധന നടത്താനും പ്രചരിപ്പിക്കാനും ഈ വകുപ്പുകൾ അനുമതി നൽകുകയാണ്. അതിനാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയതിന് മുൻപ് തന്നെ മതേതരം എന്ന ആശയം മൗലികാവകാശങ്ങളിൽ ഉൾപ്പെട്ടിരുന്നതാണ്. അത് തിരിച്ചറിയാനുള്ള ഒരു വിവേകം സുപ്രീം കോടതിയുടെ ഒരു അടിയിലൂടെ RSSന് കിട്ടുമെന്ന് നമുക്ക് വിശ്വസിക്കാം.